നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, ഒരു നിമിത്തം പോലെയാ നീ ഇവിടെ എത്തിച്ചേർന്നത്. നിന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പാർവതി, നീ എനിക്കൊപ്പം വരൂ. അല്ല, ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാം. വരൂ പാർവതി, വാ. ജയ, അങ്ങനെ ജയയുടെ ആത്മാവാ ആ സ്ഥലം എനിക്ക് കാണിച്ചു തന്നത്. പക്ഷേ അമ്മയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവരും എന്നോട് പറഞ്ഞില്ല. നീ അതിപ്പോൾ അറിയണ്ട നേരമായിട്ടില്ല. നേരമാകുമ്പോ ആ സത്യങ്ങളൊക്കെ നിന്റെ മുന്നിൽ തെളിയും. പിന്നീട് വേറൊരു അത്ഭുതം കൂടി അവിടെ വെച്ച് നടന്നു. അതെന്താ? അമ്മയുടെ കൊലുസിന്റെ ഒരെണ്ണം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതെങ്ങനെ? അപ്പോ നാഗരാജാവാണോ അത് നിനക്ക് നൽകിയത്? അതെ, പക്ഷേ അന്നേരം അത് അമ്മയുടെ കൊലുസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതാരാണ് നിന്നോട് പറഞ്ഞത്? അത് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാ. നാഗരാജാവ് ഒരു വലിയ വഴിയാ നിനക്ക് മുന്നിൽ തെളിച്ചിരിക്കുന്നത്. ഈ കൊലുസ് ഇതാരുടേതാണെന്ന് മോൾക്കറിയോ? ഇത് മോളുടെ അമ്മായിയമ്മ ഗായത്രി ദേവിയുടെ കൊലുസാ. അദ്ദേഹം പറയുമ്പോഴാ ആ കൊലുസ് അമ്മയുടേതാണെന്ന് ഞാൻ അറിഞ്ഞത്. അതിൽ കൊടുത്തിരിക്കുന്ന ചാവി അമ്മ സൂക്ഷിച്ചിരുന്ന പെട്ടിയുടേതാണെന്നും ഞാൻ അറിഞ്ഞത്. ശരിയാണ്, അതെന്റെ കൊലുസ് തന്നെയാണ്. ആ മാജിക് ബോക്സിന്റെ ചാവി ഞാൻ ആ കൊലുസിൽ കോർത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ പെട്ടിക്കുള്ളിൽ എന്താ അമ്മ? ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ തന്നെ അത് തുറന്നു പരിശോധിക്കണം. അതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രഹസ്യങ്ങൾ അറിയുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം എന്ന് കരുതി നിരാശപ്പെടരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിയും. പാർവതി, നിന്നോടൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാനിവിടെ വന്നതും നിനക്ക് എന്നെ കാണാൻ പറ്റുന്നതും വേറെ ആരും അറിയരുത്. മറ്റാരും അതറിയാവുന്ന വിധം നീ പെരുമാറരുത്. ഇല്ല ദേവമ്മേ, അതൊരിക്കലും ആരും അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.